ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത് ഈ വിഘടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ വിഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഹിന്ദുക്കളെ ഏകീകരിപ്പിക്കുക, ഒരു ഹിന്ദു എന്ന് തലയുയർത്തി പറയാനുള്ള ഒരു അന്തസ്സ് ഹിന്ദുക്കൾക്ക്, ഹിന്ദു സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എത്രയോ നമ്മുടെ സംസ്കാരത്തിന് നേരെയുള്ള കടന്നുകയറ്റങ്ങൾ എത്രയോ നാൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വീണ്ടും അത് ശക്തമായി തലയുയർത്തി വന്നുകൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഹിന്ദുക്കളുടെ പല ആചാരങ്ങളെയും നിശിതമായി വിമർശിക്കുന്നവർ. എനിക്ക് വിയോജിപ്പുള്ള ചില കാര്യങ്ങളാണ്. ഹിന്ദുക്കൾക്ക് പൊതുവേ ഉള്ളതാണ് നമ്മുടെ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി ഉത്സവങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ ചെലവഴിച്ച് തീർക്കും. അത് വെടിക്കെട്ടായാലും ശരി, ആന എഴുന്നള്ളത്തായാലും ശരി. അത് കഴിഞ്ഞ് നമുക്ക് പ്രയോജനമുണ്ടാകാത്ത ഒരുതരം പണത്തിന്റെ ദുരുപയോഗം ഇന്ന് സമൂഹത്തിൽ കൂടി വരികയാണ്. നമുക്ക് പൊതുവെ സമ്പാദ്യശീലം കുറവാണ്. പ്രത്യേകിച്ചും മലയാളിക്ക് സമ്പാദ്യശീലം എന്നല്ല, എവിടെന്നെങ്കിലും കടമെടുത്തെങ്കിലും നമുക്ക് കൂടുതൽ മറ്റുള്ളവൻ്റെ മുന്നിൽ തലയുയർത്താൻ വേണ്ടി, ആ ഒരു അഹംഭാവം കാണിക്കാൻ വേണ്ടി അതിനുള്ളൊരു വ്യഗ്രതയുണ്ട്. യുവതലമുറയ്ക്ക് പ്രത്യേകിച്ചും പണത്തിനോട് ഭയങ്കരമായ ആർത്തിയാണ്. ജീവിത ലക്ഷ്യം എന്താണ് എന്ന് യുവതലമുറയ്ക്ക് അറിയില്ല. ഇതിനെല്ലാം ഒരു കറക്റ്റീവ് മെഷർ എന്നുള്ളത് നമുക്ക് ഓരോ വീട്ടിലും തുടങ്ങേണ്ടതാണ്. അമ്മമാര് കുട്ടികളെ നേരെയ വഴിയിൽ വളർത്തണം, അവരെ ഉപദേശിക്കണം, അവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. അധ്യാപകന് കുട്ടികളെ നേരെയാക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് അതിനുള്ള അധികാരം കൊടുക്കണം. ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഇന്ന് യുവതലമുറ ഈ വഴിപിഴച്ച വഴിയിലേക്ക് പോകുന്നത്.